വെൽക്കം ടു അക്കൗണ്ട്സ് ക്യാമ്പസ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്രൈമറി വിൻഡോ ഓഫ് എ കമ്പനി. ഇനി ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടാലി സെറ്റിങ്സ്. നമ്മളെ മൊബൈൽ ഫോണിലുള്ള ആപ്പിലുള്ള സെറ്റിങ്സ് പോലെ തന്നെ ടാലി സോഫ്റ്റ്വെയറിനും കുറച്ച് സെറ്റിങ്സ് ഉണ്ട്. ടാലി സെറ്റിങ്സ് രണ്ട് രീതിയിലാണ് അറിയപ്പെടുന്നത്. ഫോർ കമ്പനി, നിങ്ങൾ ടാലിയിൽ ക്രിയേറ്റ് ചെയ്യുന്ന കമ്പനിക്ക് വേണ്ടിയുള്ള സെറ്റിങ്സ്, അതിനെ പറയുന്ന പേരാണ് കമ്പനി ഫീച്ചേഴ്സ്. അത് ലഭിക്കാനുള്ള ഷോർട്ട് കട്ടാണ് F11. അതുകൊണ്ട് അതിനെ F11 ഫീച്ചേഴ്സ് എന്നും പറയലുണ്ട്. അടുത്തത് ടാലി സോഫ്റ്റ്വെയറിൻ്റെ മൊത്തത്തിലുള്ള സെറ്റിങ്സ്, അതിനെ പറയുന്ന പേരാണ് ടാലി കോൺഫിഗറേഷൻ. അത് ലഭിക്കാനുള്ള ഷോർട്ട് കീ F12. അതുകൊണ്ട് അതിനെ F12 കോൺഫിഗറേഷനും എന്നും വിളിക്കാറുണ്ട്. നോക്കാം ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന്. അപ്പോൾ നമ്മുടെ അക്കൗണ്ട്സ് ക്യാമ്പസ് എന്ന കമ്പനി ഇവിടെ ഉണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ കമ്പനിയെ മാത്രം ബാധിക്കുന്ന സെറ്റിങ്സാണ് കമ്പനി ഫീച്ചേഴ്സിലുള്ളത്, അതായത് F11 ഫീച്ചേഴ്സിലുള്ളത്. ഒന്നെങ്കിൽ കമ്പനിയിൽ കമ്പനി മെനു വന്നിട്ട് ഫീച്ചേഴ്സ് എടുക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് കീബോർഡ് മേൽ F11 എന്നടിക്കാം. F11 ഇതിൻ്റെ പ്രത്യേകത, നിങ്ങളുടെ കമ്പനിക്ക് ആവശ്യമായ അഡീഷണൽ ഓപ്ഷൻസ് അത് ആക്ടിവേറ്റ് ചെയ്യാൻ, അതിനാണ് നമ്മൾ ഏത് ഉപയോഗിക്കുന്നത്, കമ്പനി ഫീച്ചേഴ്സ്. നമുക്ക് ആവശ്യമില്ലാത്ത ഓപ്ഷൻസ് ഡീആക്ടിവേറ്റ് ചെയ്യാം. ഇപ്പോൾ എക്സാമ്പിൾ, ഒരു കമ്പനി പ്രോഡക്റ്റ് സെയിൽ ചെയ്യുന്നുണ്ട്, അവർ റീറ്റെയിൽ ഷോപ്പാണ് ഓക്കെ അല്ലേ. അപ്പോൾ അവർ എല്ലാവർക്കും ആ പ്രോഡക്റ്റ് ഒരേ റേറ്റിനാണ് കൊടുക്കുന്നത്. എന്നാൽ മറ്റൊരു കമ്പനി ഒരു ഹോൾസെയിൽ ഷോപ്പാണ്. അപ്പോൾ അവർ പ്രോഡക്റ്റ് റീറ്റെയിലായിട്ടും കൊടുക്കുന്നുണ്ട്, ഹോൾസെയിലായിട്ടും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ കമ്പനിയിൽ പ്രോഡക്റ്റ് രണ്ട് പ്രൈസ് ഉണ്ട്, റീറ്റെയിൽ പ്രൈസ്, ഹോൾസെയിൽ റേറ്റ്. ഓക്കെ അല്ലേ. അപ്പോൾ ഈ ഹോൾസെയിൽ ഷോപ്പിൽ പ്രോഡക്റ്റ് സെയിൽ ചെയ്യുമ്പോൾ അത് ഒന്നിൽ കൂടുതൽ സെല്ലിംഗ് പ്രൈസ് ഉണ്ട് അല്ലേ. അപ്പോൾ അങ്ങനത്തെ കേസിൽ അവർ മൾട്ടിപ്പിൾ പ്രൈസ് ലെവൽ എന്നുള്ള ഓപ്ഷൻ ആക്ടിവേറ്റ് ചെയ്യേണ്ടി വരും. മനസ്സിലായോ? മൾട്ടിപ്പിൾ പ്രൈസ് ലെവൽ എന്നുള്ള ഓപ്ഷൻ ആക്ടിവേറ്റ് ചെയ്യേണ്ടി വരും. എന്നാൽ റീറ്റെയിൽ ഷോപ്പോ അവരെന്ത് ചെയ്യും, പ്രോഡക്റ്റ് എല്ലാവർക്കും ഒരേ റേറ്റിനാണ് കൊടുക്കുന്നതെങ്കിൽ, എല്ലാ റീറ്റെയിൽ ഷോപ്പുകാരും പ്രോഡക്റ്റ് എല്ലാവർക്കും ഒരേ റേറ്റിനല്ല കൊടുക്കട്ടോ. അങ്ങനെ എല്ലാവർക്കും ഒരേ റേറ്റിനാണ് കൊടുക്കുന്നതെങ്കിൽ അവർക്ക് ഈ മൾട്ടിപ്പിൾ പ്രൈസ് ലെവലിൻ്റെ ആവശ്യമില്ല. മനസ്സിലായല്ലോ കേട്ടോ. ചില കമ്പനികൾ ഒരേ പ്രോഡക്റ്റിനെ പല ആൾക്കാർക്കും പല വിലക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ അവർക്കാണ് എന്ത് വേണ്ടത്, മൾട്ടിപ്പിൾ പ്രൈസ് ലെവൽ. അപ്പോൾ അവരത് ആക്ടിവേറ്റ് ചെയ്യണം, അല്ലാത്തവരത് ആക്ടിവേറ്റ് ചെയ്യണ്ട. ഇങ്ങനത്തെ ചില ഓപ്ഷൻസാണ് എവിടെയുള്ളത്, നമ്മുടെ കമ്പനി ഫീച്ചേഴ്സിലുള്ളത്. F11 അടിച്ചാൽ കിട്ടുന്നത്. ഓക്കെ അല്ലേ. അടുത്തത് ടാലി കോൺഫിഗറേഷൻ. ഗേറ്റ് വേ ഓഫ് ടാലി എന്ന് അടിച്ചാൽ പ്രസ് ചെയ്താൽ കിട്ടില്ല, നമുക്ക് എടുക്കാൻ പറ്റില്ല. അത് നമ്മൾ എന്ത് വർക്കാണോ ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട കോൺഫിഗറേഷനാണ് ടാലി കോൺഫിഗറേഷൻ. ഞാനിപ്പോൾ ട്രാൻസാക്ഷൻ ചെയ്യാൻ വേണ്ടി വൗച്ചർ എടുത്തു, എനിക്ക് ഈ വൗച്ചറിലെ സ്ക്രീനിൽ അല്ലെങ്കിൽ ചില കോൺഫിഗറേഷൻ ചെയ്യണം. അതിനാണ് ഞാൻ F12 അടിക്കുന്നത്, F12 ഉണ്ടോ. നിങ്ങൾക്ക് എന്ത് സെറ്റിങ്സും ചെയ്യാം. കൂടാതെ ഇവിടെ മുകളിൽ ഫോർ മോർ കോൺഫിഗറേഷൻ ഉണ്ട്, എസ്. ഓക്കെ അല്ലേ. ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നോക്ക്. ഇവിടെ ഇപ്പോൾ ബൈ 2 എന്നാണ് അല്ലേ. നമ്മൾ ജേണൽ എൻട്രി പാസ് ചെയ്യുന്നത്, ചില ആൾക്കാർ ഡെബിറ്റ് ക്രെഡിറ്റ് DR CR ചെയ്യും, ചില ആൾക്കാർ ബൈ 2 ഉപയോഗിക്കും. ഇപ്പോൾ ഇതിൽ ഡിഫാൾട്ടായിട്ടുള്ളത് ബൈ 2 ആണ്. നിങ്ങൾക്കത് വേണമെങ്കിൽ മാറ്റം വരുത്താം. F12 അടിച്ചിട്ട് യൂസ് CR ഓർ DR ഇൻസ്റ്റെഡ് ഓഫ് 2 ആൻഡ് ബൈ. കണ്ടോ, അത് ബൈ 2നും ബൈനും പകരം ഡെബിറ്റ് ക്രെഡിറ്റ് ഉപയോഗിക്കണം. ഞാനത് എസ് ആക്കി കൊടുത്തു, സേവ് ചെയ്യാം, കൺട്രോൾ ചെയ്യാം. കണ്ടോ, ഇപ്പോൾ DR ആയി. ഓക്കെ അല്ലേ. പിന്നെ CR വരും, ഒരു ലെഡ്ജർ ജേണൽ എൻട്രി മുഴുവനായിട്ട് ചെയ്യുമ്പോൾ ഡെബിറ്റ് ക്രെഡിറ്റ് വരും കേട്ടോ. അത് വേണ്ട. F12 അടിച്ചിട്ട് ഞാനത് നോ ആക്കാൻ NN അടിച്ചു. ഓക്കെ. അപ്പോൾ ഇതാണ് F12 കോൺഫിഗറേഷൻ. ക്ലിയർ ആയല്ലോ. അപ്പോൾ F11 ഫീച്ചേഴ്സും F12 കോൺഫിഗറേഷൻ തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ചാൽ, F11 ഫീച്ചേഴ്സിൽ നിങ്ങളൊരു ഓപ്ഷൻ ആക്ടിവേറ്റ് ചെയ്താൽ അത് നിങ്ങളുടെ കമ്പനീനെ മാത്രമേ ബാധിക്കുള്ളൂ. നേരെ മറിച്ച് നിങ്ങൾ F12 കോൺഫിഗറേഷനിൽ പോയിട്ട് എന്തെങ്കിലും ഒരു സെറ്റിങ്സ് ചെയ്താൽ ആ കമ്പ്യൂട്ടറിൽ ആരൊക്കെ ടാലി കമ്പനി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ അവരെല്ലാവരുടെ കമ്പനിയും അത് ബാധിക്കും. F11 ഫീച്ചേഴ്സ് എന്നുള്ളത് നിങ്ങളെ കമ്പനീനെ മാത്രം ബാധിക്കുന്ന ഓപ്ഷൻസാണ്. F12 കോൺഫിഗറേഷൻ എന്നുള്ളത് ടാലി സോഫ്റ്റ്വെയറിൻ്റെ മൊത്തം സെറ്റിങ്സ് ആണ്. മനസ്സിലായല്ലോ, ടാലി സോഫ്റ്റ്വെയറിൻ്റെ മൊത്തം സെറ്റിങ്സ് ആണ്. നെക്സ്റ്റ് പറയാനുള്ളത് ടൈപ്പ് ഓഫ് കമ്പനി, അതായത് നമ്മൾ ടാലി സോഫ്റ്റ്വെയറിൽ ക്രിയേറ്റ് ചെയ്യുന്ന കമ്പനിയുടെ സ്വഭാവം. നിങ്ങൾക്കറിയാം, കമ്പനിയുടെ ഫങ്ഷൻ അനുസരിച്ച് കമ്പനിയെ നമ്മൾ 3 ആക്കി ക്ലാസിഫൈ ചെയ്യും.
മാനുഫാക്ചറിങ് കമ്പനി, ട്രേഡിംഗ് കമ്പനി, സർവീസ് കമ്പനി. മാനുഫാക്ചറിങ് കമ്പനി എന്ന് പറഞ്ഞാൽ സപ്ലയറുടെ കയ്യിൽ നിന്ന് റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തിട്ട് അതിനെ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി കൺവേർട്ട് ചെയ്തിട്ട് ആ ഫിനിഷ്ഡ് ഗുഡ്സ് സെയിൽ ചെയ്യാം. ട്രേഡിംഗ് സ്ഥാപനമായിക്കോട്ടെ ഈ മാനുഫാക്ചറിങ് കമ്പനിയുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ മറ്റ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ആ ഫിനിഷ്ഡ് ഗുഡ്സ് വാങ്ങുന്നു, പ്രോഫിറ്റ് ആഡ് ചെയ്യുന്നു, സെയിൽ ചെയ്യുന്നു. സർവീസ് കമ്പനി കസ്റ്റമേഴ്സിന്, കൺസ്യൂമേഴ്സിന് സേവനം ചെയ്തു കൊടുക്കുന്നു, വരുമാനം ഉണ്ടാക്കുന്നു. എക്സാമ്പിൾ ഡോക്ടർ കസ്റ്റമർക്ക് മെഡിക്കൽ സർവീസ് കൊടുക്കുന്നു, ഡോക്ടർ ഫീ വാങ്ങുന്നു. നമ്മളെപ്പോലത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സ്റ്റുഡൻസിന് കോഴ്സ് കൊടുക്കുന്നു, ക്ലാസ് എന്ന സർവീസ് കൊടുക്കുന്നു, ഫീ വാങ്ങുന്നു. പ്രൊഡക്റ്റ് ഒന്നും കൊടുക്കുന്നില്ല. പ്രൊഡക്റ്റ് കൊടുക്കുന്നത് മാനുഫാക്ചറിങ് ആൻഡ് ട്രേഡിംഗ് ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ മാനുഫാക്ചറിങ് കമ്പനിയിൽ ഒരു അക്കൗണ്ടൻ്റായി ജോലി ചെയ്യുമ്പോൾ അവർ ആ സ്ഥാപനത്തിൻ്റെ വരവ് ചെലവ് അക്കൗണ്ട്സും നോക്കേണ്ടി വരും അല്ലേ? അസറ്റ്സ്, ലയബിലിറ്റി, ഇൻകം എല്ലാം അക്കൗണ്ട്സും റെക്കോർഡ് ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെ പ്രൊഡക്റ്റ് എന്തൊക്കെ റോ മെറ്റീരിയൽസ് വന്നു, അതിൽ എത്ര ഫിനിഷ്ഡ് ഗുഡ്സായി മാറി, എത്ര ഫിനിഷ്ഡ് ഗുഡ്സ് ഔട്ട് കസ്റ്റമർ കയ്യിലേക്ക് വിറ്റു, അതിൻ്റെ കണക്കും നോക്കേണ്ടി വരും. അപ്പോൾ അവിടെ അക്കൗണ്ട്സും നോക്കേണ്ടി വരും, ഇൻവെൻട്രി ആവശ്യം വേണ്ടി വരും. ട്രേഡിംഗ് സ്ഥാപനം ആയിക്കോട്ടെ അവിടെയും തന്നെ അക്കൗണ്ട്സ്, വരവ് ചെലവ് അക്കൗണ്ട്സും നോക്കേണ്ടി വരും. അതേപോലെ തന്നെ പ്രൊഡക്റ്റ് എത്ര ഗുഡ്സ് പർച്ചേസ് ചെയ്തു, അതുപോലെ തന്നെ എത്ര ഗുഡ്സ് വിറ്റു, ബാലൻസ് എത്ര ഗുഡ്സ് ഉണ്ട്. അപ്പോൾ അവിടെയും തന്നെ അക്കൗണ്ട്സ് നോക്കേണ്ടി വരും, ഇൻവെൻട്രിയും ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. എന്നാൽ സർവീസ് സ്ഥാപനത്തിൽ പ്രൊഡക്റ്റ് നോർമലി കുറവാണ്. നോർമൽ സർവീസ് സ്ഥാപനത്തിൽ പ്രൊഡക്റ്റ് ഉണ്ടാവില്ല, ഗുഡ്സ് ഉണ്ടാവില്ല. അവിടെ അക്കൗണ്ട്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്ന് പറഞ്ഞാൽ ലെഡ്ജറുകൾ മാത്രം മതി, അക്കൗണ്ട്സ് മാത്രം മതി. നോർമൽ കേസിൽ പ്രൊഡക്റ്റ് വരുന്ന സർവീസ് സ്ഥാപനങ്ങളുണ്ട് കേട്ടോ. എക്സാമ്പിൾ കൺസ്ട്രക്ഷൻ കമ്പനി, അവർക്ക് പ്രൊഡക്റ്റ് വീടുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ട മെറ്റീരിയൽസ് അവർ പർച്ചേസ് ചെയ്യും. അപ്പോൾ അവർ ചിലപ്പോൾ സ്റ്റോക്ക് കാണിക്കുന്ന കൺസ്ട്രക്ഷൻ കമ്പനി ഉണ്ടാവും, സ്റ്റോക്ക് കാണിക്കാത്ത കൺസ്ട്രക്ഷൻ കമ്പനി ഉണ്ടാവും. എന്തായാലും നോർമലി സർവീസ് സ്ഥാപനത്തിൽ ഏതുണ്ടായിരിക്കില്ല, ഇൻവെൻട്രി ഉണ്ടായിരിക്കില്ല. ഓക്കെ അല്ലേ? അപ്പോൾ ട്രേഡിംഗ്, മാനുഫാക്ചറിങ് സ്ഥാപനങ്ങളുടെ അക്കൗണ്ട്സ് വർക്ക് ചെയ്യുമ്പോൾ അക്കൗണ്ട്സും വേണം, ഇൻവെൻട്രി ചെയ്യണം. സർവീസ് സ്ഥാപനത്തിൻ്റെ അക്കൗണ്ട്സ് വർക്ക് ചെയ്യുമ്പോൾ എന്ത് വേണ്ട, ഇൻവെൻട്രി വേണ്ട. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ അക്കൗണ്ട്സ് ക്യാമ്പസ് എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനം, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, ക്ലാസ് കൊടുക്കുന്ന ട്രെയിനിങ് സെൻ്ററാണ്. അപ്പോൾ ഇവിടെ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്ന പരിപാടി ഇല്ല. മനസ്സിലായല്ലോ? പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ഇൻവെൻട്രി വേണ്ട. ഓക്കെ അല്ലേ? ഇവിടെ നോക്ക്, ഇപ്പോൾ ഇവിടെ മാസ്റ്റേഴ്സിൽ പോയി കഴിഞ്ഞാൽ ക്രിയേറ്റ് ആയിക്കോട്ടെ, ഓൾട്ടർ ആയിക്കോട്ടെ, ഇവിടെ കണ്ടോ അക്കൗണ്ടിങ് മാസ്റ്റേഴ്സ്, ഇൻവെൻട്രി മാസ്റ്റേഴ്സ്, സ്റ്റാറ്റ്യൂട്ടറി എല്ലാം ഉണ്ട്. അപ്പോൾ ഈ ടാലിയിലൊരു കമ്പനി ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഡിഫോൾട്ട് ആയിട്ട് അത് ട്രേഡിംഗ് അല്ലെങ്കിൽ മാനുഫാക്ചറിങ് സ്ഥാപനങ്ങൾക്ക് അനുയോജ്യമായിട്ടാണ് വരിക. അപ്പോൾ ഇൻവെൻട്രി മാസ്റ്റേഴ്സ് ഉണ്ടാവും. എന്നാൽ സർവീസ് സ്ഥാപനത്തിൻ്റെ വർക്ക് ചെയ്യുമ്പോൾ എന്ത് വേണ്ട, ഇൻവെൻട്രി മാസ്റ്റേഴ്സ് വേണ്ട. പ്രൊഡക്റ്റ് ഇല്ലല്ലോ, അക്കൗണ്ട്സ് ക്യാമ്പസ് പ്രൊഡക്റ്റ് കൊടുക്കുന്നില്ലല്ലോ, സർവീസ് അല്ലേ. അപ്പം സർവീസ് സ്ഥാപനത്തിൻ്റെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇൻവെൻട്രി മാസ്റ്റേഴ്സ് വേണ്ട. അതെങ്ങനെ ഒഴിവാക്കാം? അതിനാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ കമ്പനി മാത്രം സർവീസാണ് ഇതിൽ അല്ലേ. അപ്പോൾ നമ്മുടെ കമ്പനിയിൽ മാത്രം ഇൻവെൻട്രി അങ്ങോട്ട് ഒഴിവാക്കണം. എന്നാൽ ഈ കമ്പ്യൂട്ടറിൽ വേറെ ആൾക്കാരും കമ്പനി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അവർ ട്രേഡിംഗ് ആയിക്കോട്ടെ, മാനുഫാക്ചറിങ് ആയിക്കോട്ടെ, ഏതെങ്കിലുമൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ സെറ്റിങ്സ് ഞാൻ ഈ ഇൻവെൻട്രി എന്നുള്ള ഓപ്ഷൻ ഒഴിവാക്കാൻ പോവാണ്. അത് നമ്മുടെ കമ്പനിയിൽ മാത്രമേ അത് ഒഴിവാകാൻ പാടുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ 2 സെറ്റിങ്സിൻ്റെ കാര്യം പറഞ്ഞല്ലോ, F11 അതേപോലെ F12. F11 ഫീച്ചേഴ്സും ഉണ്ട്, F12 കോൺഫിഗറേഷനും ഉണ്ട്. നമ്മുടെ കമ്പനിയെ മാത്രം ബാധിക്കുന്ന സെറ്റിങ്സൊക്കെ എവിടെ ഉണ്ടാവുക, F11. F11 അടിച്ചു, അതിൽ വന്നു. അതിൽ അക്കൗണ്ടിങ് കണ്ടോ, മെയിൻറ്റെയിൻ അക്കൗണ്ട്സ് വേണം. എന്നാൽ ഇൻവെൻട്രിയിൽ മെയിൻറ്റെയിൻ ഇൻവെൻട്രി, ഈ കമ്പനിയിൽ ഇൻവെൻട്രി വേണ്ട, നോ ആക്കാൻ N കൊടുത്തു, എൻ്റർ അടിച്ചു, Ctrl A സേവ് ചെയ്തു. ഇനി മാസ്റ്റേഴ്സിൽ ക്രിയേറ്റിലൊന്ന് പോയി നോക്കുക. അക്കൗണ്ടിങ് മാസ്റ്റേഴ്സ് ഉണ്ട്, സ്റ്റാറ്റ്യൂട്ടറി എല്ലാം ഉണ്ട്. ഇൻവെൻട്രി മാസ്റ്റേഴ്സ് ഇല്ല, അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ സർവീസ് സ്ഥാപനമാണ്, ഇവിടെ ഇൻവെൻട്രി വേണ്ട. ഓക്കെ അല്ലേ കേട്ടോ? അപ്പോൾ ഇത്രയാണ് നമ്മുടെ ടാലി സോഫ്റ്റ്വെയറിൻ്റെ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ വരുന്നത്. കമ്പനി ക്രിയേഷൻ ആൻഡ് കസ്റ്റമൈസേഷൻ, പ്രൈമറി വിൻഡോ ഓഫ് എ ടാലി, അതുപോലെ തന്നെ കമ്പനി ഫീച്ചേഴ്സ് ആൻഡ് ടാലി കോൺഫിഗറേഷൻ. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്
ടാലി സോഫ്റ്റ്വെയറിൽ എങ്ങനെയാണ് ലെഡ്ജർ, എന്താണ് ലെഡ്ജർ, എന്താണ് അക്കൗണ്ട് ഗ്രൂപ്പ്, അതുപോലെ എങ്ങനെയാണ് ടാലി സോഫ്റ്റ്വെയറിൽ ലെഡ്ജറുകൾ ക്രിയേറ്റ് ചെയ്യുക, അതിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ്സുകളായിരിക്കും ഉണ്ടാവുക കേട്ടോ. താങ്ക്